യുഎസും ഇറാനും ദോഹയിൽ വെച്ച് നടത്തിയ പരോക്ഷ സാങ്കേതിക ചർച്ചയിൽ പുരോഗതി എന്നിപ്പോൾ ഖത്തർ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. ധാരണാപത്രത്തിലെ വിവിധ വ്യവസ്ഥകൾ ചർച്ചയായി എന്നാണ് വിവരം. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് അത് ഹോർമുസിൽ ഇറാൻ നിർദ്ദേശിച്ച പാതയിലൂടെ അല്ലാതെ യാത്ര ചെയ്ത ഒരു കപ്പൽ മണൽത്തിട്ടയിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ്. നമുക്കറിയാം ഹോർമുസിൽ ഒരു സമാന്തര പാത അമേരിക്കയുടെ നേതൃത്വത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലൂടെ ആ പാതയിലൂടെ പോയ കപ്പലാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ഏത് രാജ്യത്തിൻ്റെ കപ്പലാണ് എന്ന് വ്യക്തമായിട്ടില്ല. ഇറാനാണ് ഇക്കാര്യം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അജയ് സുധാ ബിജു, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഇപ്പോൾ ഹോർമുസിൽ സംഭവിക്കുന്നത്? ഒപ്പം ചർച്ചയുമായി ബന്ധപ്പെട്ട പുരോഗതി. ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് വിവരം. പക്ഷേ ഖത്തറിൽ വെച്ച് ഒരു ഇൻഡയറക്റ്റ് ടെക്നിക്കൽ ടോക്ക് നടന്നതായിട്ട് ഇപ്പോൾ ഖത്തറിൻ്റെ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുണ്ട്. അവർ പറയുന്നതനുസരിച്ച് ചർച്ചയിൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനുശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സമാനമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇറാന് നേരെ തങ്ങൾ ഇപ്പോൾ അടുപ്പിച്ച് 3 ദിവസം ആക്രമണം നടത്തി, പക്ഷേ അതൊന്നും കുഴപ്പമില്ല, ഇപ്പോൾ നിലവിൽ ചർച്ചകൾ നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നത് എന്നാണ് ട്രംപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഖത്തറിൽ വെച്ചുള്ള ഈ അനൗദ്യോഗിക ചർച്ചയ്ക്ക് ശേഷം അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ടോക്കിന് ശേഷം ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ സ്ഥാപിച്ചതായിട്ടാണ് വിവരമുള്ളത്. അതായത് ഈ 14 ധാരണാപത്രത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ചാനൽ സ്ഥാപിച്ചതെന്നാണ് ഇറാൻ പറയുന്ന വിവരമുള്ളത്. പക്ഷേ ഇത് ഏത് നിലയിൽ പ്രവർത്തിക്കും, എങ്ങനെയാകും ഈ കമ്മ്യൂണിക്കേഷൻ ചാനലിന്റെ പ്രവർത്തനം എന്നൊന്നും ഇറാൻ പറഞ്ഞിട്ടില്ല. ഈ 14 ധാരണാപത്രം ഒപ്പിട്ട സമയത്തും അമേരിക്കയുമായി ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ സ്ഥാപിക്കുന്നതായിട്ട് ഇറാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇത്രയും ദിവസം അതിൻ്റെ യാതൊരുവിധ പുരോഗതികളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ തുടർച്ചയായിട്ട് ഈ കരാറിന്റെ ലംഘനം ഉണ്ടാകുന്ന അവസ്ഥയിലാണ് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയുന്ന ചർച്ച ഉയർന്നു വന്നത്. അപ്പോൾ മധ്യസ്ഥരൊന്നും ഇല്ലാതെ തന്നെ US-ഉമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ആശയവിനിമയം നടത്താനാണ് ഇറാന്റെ ഒരു നീക്കം എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇതിലൂടെ ഇറാന്റെ ഫ്രീസ് ചെയ്തു വെച്ചിട്ടുള്ള സ്വത്തുകളും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഏതാണ്ട് ഇറാന്റെ എണ്ണ കച്ചവടം ചെയ്യാനുള്ള ഒരു അനുമതിയും നേടിയെടുക്കാനാണ് ഇറാൻ ഇതിലൂടെ ശ്രമിക്കുന്നത്. ശരി ശരി അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.